ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും, തിയോളജി ആൻഡ് ഫിലോസഫി എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. ആദ്യമായി തത്വശാസ്ത്രത്തെക്കുറിച്ച് ചിലത് ഇവിടെ പ്രസ്താവിക്കുന്നു. ഫിലോസഫി എന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ്? പുരാതന ഗ്രീക്ക് പദങ്ങളായ ഫിലോസ്, സോഫിയ എന്ന പദങ്ങളിൽ നിന്നാണ് ഫിലോസഫി എന്ന വാക്ക് ഉണ്ടായത്. ഫിലോസഫി എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനത്തിൻ്റെ സ്നേഹം എന്നാണ്. തത്വജ്ഞാനം അഥവാ ഫിലോസഫി അസ്തിത്വം, കാരണം, അറിവ്, മൂല്യം, മനസ്സ്, ഭാഷ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവായതും അടിസ്ഥാനപരവുമായ പഠനമാണ് തത്വചിന്ത എന്നുള്ളത്. ഭൗതിക ശാസ്ത്രം, മനഃശാസ്ത്രം, വ്യക്തിഗത ശാസ്ത്രം പലതും തത്വചിന്തയുടെ ഭാഗമാണ്. തത്വദർശനം, ശാസ്ത്രം, തത്വജ്ഞാനം, ജ്ഞാനാന്വേഷണം, തത്വശാസ്ത്രം, വിജ്ഞാനാന്വേഷണം എന്നൊക്കെ ഫിലോസഫിയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ഫിലോസഫി എന്ന പദത്തിന് ഈ അർത്ഥങ്ങളെല്ലാം ഉണ്ട്. പാശ്ചാത്യ തത്വചിന്ത പുരാതന ഗ്രീസിൽ നിന്നാണ് ഉത്ഭവിച്ചത്. തത്വചിന്തയുടെ പ്രധാന ശാഖകൾ എപ്പിസ്റ്റമോളജി, ധാർമ്മികത, യുക്തി, മെറ്റാഫിസിക്സ് എന്നിവയാണ്. അറിവ് നേടുക എന്നുള്ളതും അറിവ് എങ്ങനെ നേടാമെന്നും എപ്പിസ്റ്റമോളജി പഠിപ്പിക്കുന്നു. പാശ്ചാത്യ തത്വചിന്ത ഉത്ഭവിക്കുന്നത് ഗ്രീസിൽ നിന്നാണ്. സൗന്ദര്യശാസ്ത്രം, ഭാഷയുടെ തത്വചിന്ത, മതത്തിൻ്റെ തത്വചിന്ത, ശാസ്ത്രത്തിൻ്റെ തത്വചിന്ത, ഗണിതശാസ്ത്ര തത്വചിന്ത, ചരിത്രത്തിൻ്റെ തത്വശാസ്ത്രം, രാഷ്ട്രീയ തത്വചിന്ത ഇവയെല്ലാം ഫിലോസഫിയുടെ ഭാഗമാണ്. തത്വചിന്തയിൽ എത്തിച്ചേരുവാൻ വിവിധ രീതികൾ അവലംബിക്കുന്നു. അവയിൽ ആശയപരമായ വിശകലനം, സാമാന്യ ബുദ്ധിയിലും അവബോധത്തിലും ആശ്രയിക്കൽ, അനുഭവത്തിൻ്റെ വിവരണം, വിമർശനാത്മക ചോദ്യം ചെയ്യൽ എന്നിവ ഫിലോസഫിയിൽ ഉൾപ്പെടുന്നതാണ്. ആധുനിക കാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ തത്വചിന്തയുടെ അർത്ഥം മാറി. അത് ഇന്ന് സാധാരണമായ കൂടുതൽ ഇടുങ്ങിയ അർത്ഥം നേടിയെടുത്തു. പുതിയ അർത്ഥത്തിൽ പുരാതന ഫിലോസഫി എന്ന ആ പദത്തേക്കാൾ ഈ ആധുനിക യുഗത്തിൽ ഈ പദം പ്രധാനമായും മെറ്റാഫിസിക്സ്, ജ്ഞാനശാസ്ത്രം, ധാർമ്മികത തുടങ്ങിയ ദാർശനിക വീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കപ്പെടാത്ത ജീവിതം ജീവിക്കുവാൻ യോഗ്യമല്ല എന്നാണ്. തത്വചിന്തകനായ ഇമ്മാനുവേൽ കാന്റ് 4 ചോദ്യങ്ങളിലൂടെ തത്വചിന്തയെ ഏകീകരിച്ചിരിക്കുന്നു. 1. എനിക്ക് എന്തറിയാം. 2. ഞാൻ എന്ത് ചെയ്യണം. 3. ഞാൻ എന്ത് പ്രതീക്ഷിക്കാം. 4. എന്താണ് മനുഷ്യൻ. ഇതാണ് തത്വചിന്തകനായ ആ തത്വചിന്തകൻ, അതായത് ഇമ്മാനുവേൽ കാന്റ് തൻ്റെ അഭിപ്രായത്തിൽ തത്വചിന്തയെ ഈ നിലയിൽ താൻ വിവക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ തത്വചിന്ത ഉത്ഭവിച്ചത് BC 6-ാം നൂറ്റാണ്ടിൽ പുരാതന ഗ്രീസിൽ നിന്നാണ്. സോക്രട്ടീസിന് മുൻപ് തന്നെ ഗ്രീസിൽ ഫിലോസഫി ആരംഭിച്ചിരുന്നു എന്നാണ് ആധുനിക ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലേറ്റോയുടെയും കാലഘട്ടത്തിലാണ് തത്വചിന്തയ്ക്ക് ലോകപ്രസിദ്ധമായ പ്രചാരം ലഭിച്ചത്. സോക്രട്ടീസിൻ്റെ കാലഘട്ടം BC 469 മുതൽ 399 വരെയും, അരിസ്റ്റോട്ടിലിൻ്റെ കാലഘട്ടം BC 384 മുതൽ 322 വരെയും, പ്ലേറ്റോയുടെ കാലഘട്ടം BC 427 മുതൽ 347 വരെയും ആയിരുന്നു. അങ്ങനെ ഈ മഹാരഥന്മാരായിരിക്കുന്ന ഈ തത്വജ്ഞാനികൾ യൂറോപ്പിൽ തത്വജ്ഞാനം ആരംഭിക്കുകയും അവിടെ നിന്നും അത് ലോകപ്രസിദ്ധമായി തീരുവാൻ ഈ സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ് കൂടുതലായിട്ട് പ്രയത്നിച്ചത്. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്, അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്
ലോകം മുഴുവനും തത്വജ്ഞാനം വ്യാപിക്കുവാൻ കാരണമായി തീർന്നത്. ഇപ്പം തത്വചിന്തയുടെ ഒരു ഏകദേശ രത്ന ചുരുക്കമാണ് ഞാനിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി നാം വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിൽ ഈ തത്വജ്ഞാനത്തെക്കുറിച്ച് അഥവാ ഫിലോസഫിയെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നാം പരിശോധിക്കുവാനായിട്ട് തുടങ്ങുന്നത്. വിശുദ്ധ ബൈബിളിൽ ഫിലോസഫി എന്ന വാക്കും ഫിലോസഫേഴ്സ് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അഥവാ തത്വജ്ഞാനമെന്നും തത്വജ്ഞാനികൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബൈബിളിൽ പ്രസ്താവിച്ചിരിക്കുന്ന ആ ഫിലോസഫി ഏതാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗത്താണ് ആദ്യമായി ഈ ഫിലോസഫിയെക്കുറിച്ച് അഥവാ തത്വജ്ഞാനികളെക്കുറിച്ച് ഫിലോസഫേഴ്സ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് നാം ബൈബിളിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതായ സമയത്ത് അഥേനയിൽ താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഥേനയിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവിടെ തത്വജ്ഞാനികളിൽ ചിലർ, എപ്പിക്കൂര്യരും സ്തോയിക്കരും എന്ന് പറഞ്ഞതായ ആ പേരുള്ളതായ 2 തത്വജ്ഞാനികൾ, അവരിൽ ചിലർ പൗലോസിനോട് വാദിക്കുകയും തർക്കിക്കുകയും ചെയ്തു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പൗലോസിൻ്റെ പ്രഭാഷണം അവർ കേട്ടപ്പോൾ പൗലോസിനെ അവർ വിളിച്ചത് ഈ വിടുവായൻ എന്തു പറയുവാൻ പോകുന്നു എന്നാണ് അവർ അഥേനയിലുള്ള ആളുകൾ പൗലോസിനെ കുറിച്ച് വിചാരിച്ചതും പറഞ്ഞതും. അങ്ങനെ പൗലോസ് അവിടെ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുമാണ് പൗലോസ് പ്രസംഗിച്ചത്. പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ ആ വ്യക്തത അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് അവരിൽ ചിലർ പറഞ്ഞു, ഇവൻ അന്യദേവതകളെ പ്രസംഗിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇവൻ പറയുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല, പൗലോസിനെ ഒരു വിടുവായൻ എന്ന് അവർ വിളിച്ചു. എന്നാൽ അവർ ചിലർ പറഞ്ഞ് ഇവൻ പറയുന്നതിൽ ചിലതൊക്കെ വാസ്തവമുണ്ട്, കഴമ്പുള്ളതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവൻ്റെ പ്രസംഗവും ഇവൻ്റെ ആശയങ്ങളും ആദർശങ്ങളും എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല, ആയതിനാൽ നീ അത് പ്രസംഗിച്ച് കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ അരയോപക കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ നിന്നുകൊണ്ട് പൗലോസ് തൻ്റെ പ്രസംഗം ആരംഭിച്ചതായിട്ട് പറയപ്പെട്ട അധ്യായത്തിൻ്റെ വേദഭാഗങ്ങളിൽ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പൗലോസിൻ്റെ പ്രസംഗത്തെ ചോദ്യം ചെയ്യുകയും അതിനെ എതിർക്കുകയും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തായിരിക്കുന്ന ആളുകൾ ആരായിരുന്നു? എപ്പിക്കൂര്യൻസും സ്റ്റോയിക്കരെന്ന് പറഞ്ഞ തത്വജ്ഞാനികളിൽ ചിലരായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ ഈ എപ്പിക്കൂര്യർ ആരാണ്, സ്റ്റോയിക്കർ ആരാണ് എന്ന് ഇവിടെ ഒന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപായിട്ട് ഈ അഥേനയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിക്കാം. അഥേനയിലാണ് പൗലോസ് നിന്ന് പ്രസംഗിച്ചത്. അഥേന എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധുനിക ഏഥൻസിനെയാണ് അഥേന എന്ന് പറഞ്ഞിരിക്കുന്നത്. അഥേന എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത്, അതായത് BC 5-ാം നൂറ്റാണ്ടിൽ വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു അഥേന, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ഏഥൻസ്. ഗ്രീസിൻ്റെ തലസ്ഥാനമായിരുന്നു അഥേന. ഇന്നത്തെ ഗ്രീസിൻ്റെ തലസ്ഥാനമാണല്ലോ ഏഥൻസ്. ആ ഏഥൻസിൻ്റെ പഴയ പേരാണ് അഥേന എന്നുള്ളത്. 3400 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ചരിത്രം ഈ നഗരത്തിനുണ്ട്. പുരാതന ഗ്രീക്ക് തത്വജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ പുരാതന ഗ്രീക്ക് ജ്ഞാനത്തിൻ്റെ ദേവതയായ അഥീനയുടെ പേരിൽ നിന്നാണ് അഥേന എന്ന പേരുണ്ടായത്. യൂറോപ്യൻ യൂണിയനിലെ 8ാമത്തെ വലിയ നഗരപ്രദേശമാണ് ഏഥൻസ്. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന തലസ്ഥാന നഗരവുമാണ് അഥേന. അഥേന ദേവിയുടെ ക്ഷേത്രം ഇവിടെ നിലനിന്നിരുന്നു. ഈ അഥേനയിൽ അഥേന ദേവിയുടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേര് പാർത്തനോൺ എന്നായിരുന്നു. വളരെ പുരാതനമായ പഴക്കമുള്ള അഥേന ദേവിയുടെ പാർത്തനോൺ ക്ഷേത്രം
ഈ അരയോപകയിൽ ഉണ്ടായിരുന്നു. പൗലോസ് ബെരോവയിൽ നിന്നാണ് അഥേനയിലേക്ക് ചെന്നത്. ബെരോവയിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ ദൂരമുണ്ട് അഥേനയിലേക്ക്, കടൽ മാർഗം. അങ്ങനെ പൗലോസ് അവിടെ ചെന്ന് അഥേന പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ മുഴുവനും ബിംബങ്ങൾ കണ്ടപ്പോൾ പൗലോസിൻ്റെ മനസ്സിന് ചൂട് പിടിച്ചിട്ട് താൻ അവിടെ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. മാർക്കറ്റിലും ദൈവാലയങ്ങളിലും യഹൂദന്മാരുടെ സിനഗോഗിലും അവിടെ അഥേന ദേവിയുടെ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നുകൊണ്ട് താൻ പരസ്യയോഗങ്ങൾ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പൊതുവായിരിക്കുന്ന ഒരു വെളിപ്രസംഗമാണ് പൗലോസ് നടത്തിയത്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ പ്രധാന സബ്ജക്റ്റ്, വിഷയം എന്തായിരുന്നു? യേശു ക്രിസ്തു എന്നതായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും എന്നതായിരുന്നു. അപ്പോൾ ഇത് അഥേനക്കാർക്ക് പുതുമയുള്ളതായിരുന്നു. കാരണം ബൈബിളിൽ 17-ാം അധ്യായത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഥേനയിലുള്ള ആളുകൾ വല്ല പുതുമയും ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുവാൻ താല്പര്യമുള്ളവരാണ്. പുതുമയില്ലാത്തത് ആര് പറഞ്ഞാലും അവർ കേൾക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരായിരുന്നു അഥേനയിലുള്ളവർ. അവരാരായിരുന്നു? അവർ തത്വജ്ഞാനികൾ, നാടകകൃത്തുകൾ, കവിവരന്മാർ, തത്വജ്ഞാനികളായിരിക്കുന്ന, വിജ്ഞാനികളായിരിക്കുന്ന ആളുകളായിരുന്നു അന്ന് അഥേനയിൽ തമ്പടിച്ചിരുന്നത്. അപ്പോൾ വളരെ പ്രസിദ്ധമായിരിക്കുന്ന കലാകാരന്മാരും ചിത്രകാരന്മാരും കവികളും നാടകകൃത്തും തത്വജ്ഞാനികളും വലിയ വിജ്ഞാനികളും കുടിയേറി പാർത്തിരുന്ന ഒരു പട്ടണമായിരുന്നു പഴയ നിയമകാലത്തെ അഥേന. അപ്പോൾ അവിടെ വരുന്നവർ പുതുമയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ ശ്രദ്ധിക്കാറുള്ളൂ. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗത്തിൽ പുതുമയുണ്ട്, എന്നാൽ അത് അവർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പൗലോസിനെ അരയോപക കുന്നിൻ്റെ മുകളിൽ കയറ്റി നിർത്തി പൗലോസിനോട് പറഞ്ഞു, നീ പ്രസ്താവിക്കുന്ന ഈ നവീന ആശയം എന്താണെന്ന് ഞങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കി തരുവാൻ പറഞ്ഞു. അങ്ങനെ പൗലോസ് അവിടെ നിന്നുകൊണ്ട് തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന എപ്പിക്കൂര്യരും സ്തോയിക്കരും ആരാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മളെ പറഞ്ഞിരിക്കുന്നത് എപ്പിക്കൂര്യർ എന്നാണ്. എപ്പിക്കൂര്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു തത്വജ്ഞാനിയല്ല. പൗലോസിന് മുൻപ് ജനിച്ച് മരണപ്പെട്ടു പോയ ഒരു തത്വജ്ഞാനിയായിരുന്നു എപ്പിക്കൂര്യസ് എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തി വിഭാവനം ചെയ്തിരുന്ന ആ തത്വശാസ്ത്രത്തെ അല്ലെങ്കിൽ ഫിലോസഫിയെ പിന്തുടർന്ന് പോന്നതായ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ചിലരായിരുന്നു പൗലോസിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തത്. അല്ലാതെ എപ്പിക്കൂര്യൻസ് എന്ന് പറഞ്ഞ ആളല്ല. അപ്പോൾ എന്താണ് എപ്പിക്കൂര്യൻസിൻ്റെ ഫിലോസഫി എന്ന് നമുക്ക് പരിശോധിക്കാം. എപ്പിക്കൂര്യനിസം എന്നറിയപ്പെടുന്ന ദർശന വ്യവസ്ഥയുടെ സ്ഥാപകനായ ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു എപ്പിക്കൂര്യസ്. ഈ പേരിൻ്റെ അർത്ഥം പങ്കാളി, സഹാവ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ജനനം ക്രിസ്തുവിന് മുൻപ് BC 341 സാമോസ് എന്ന ഒരു ദ്വീപിലായിരുന്നു. മരണം BC 270 ഏതൻസിൽ വെച്ചായിരുന്നു. മരിക്കുമ്പോൾ പ്രായം 70 വയസ്സ് ആയിരുന്നു. ഇദ്ദേഹം 300ഓളം രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പിക്കൂര്യൻസ് പൗലോസ് അപ്പോസ്തലൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ജനിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയായിരുന്നു. യേശുക്രിസ്തുവിന് മുൻപ് ജനിക്കുകയും യേശുക്രിസ്തുവിന് മുൻപ് മരണപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം കുറേ തത്വസംഹിതകൾ, ഒരു ഫിലോസഫി, തത്വജ്ഞാനം അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൽ അഭ്യസിച്ചതായ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു പൗലോസിൻ്റെ കാലത്ത് അഥേനയിൽ ഉണ്ടായിരുന്നത്. അവരാണ് പൗലോസിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തത്, അല്ലാതെ എപ്പിക്കൂര്യൻസ് എന്ന് പറഞ്ഞ വ്യക്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ ചില രത്നച്ചുരുക്കം ഇവിടെ സൂചിപ്പിക്കാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള വഴിയാണ് തത്വചിന്ത എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തത്വചിന്ത അന്വേഷിക്കാനുള്ളതാണ്. അദ്ദേഹം ചിന്തയുടെയും അവസ്ഥകൾ ശരിക്ക് മനസ്സിലാക്കിയിരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിലേക്കുള്ള വഴിയാണ് തത്വചിന്ത അന്വേഷിക്കാനുള്ളത്, തത്വചിന്തയ്ക്ക് അന്വേഷിക്കാനുള്ളത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതം സ്വയം പര്യാപ്തതയിലുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത്. സ്വയം പര്യാപ്തതയിലുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത്. സുഖവും വേദനയും
തിന്മകളും നിറഞ്ഞ ആ ജീവിതം മാനുഷികമാണ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. അതായത് സുഖവും വേദനയുമാണ് നന്മ തിന്മകളുടെ മാനദണ്ഡമെന്നും മരണം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആത്യന്തികമാകയാൽ അതിനെ ഭയപ്പെടേണ്ടെന്നും ദൈവങ്ങൾ മനുഷ്യരെ സമ്മാനിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്നും പ്രപഞ്ചം സകല സീമകൾ ഇല്ലാത്തതാണെന്നും ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ശൂന്യതയിൽ പരമാണുക്കളുടെ ചലനത്തിലൂടെയും പ്രതിപ്രവർത്തനത്തിലൂടെയുമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ശൂന്യതയിൽ പരമാണുക്കളുടെ ചലനത്തിൻ്റെയും പ്രതിപ്രവർത്തനത്തിൻ്റെയും ഫലമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എപ്പിക്കൂരിയസ് ഏതൻസിൽ ഒരു വിദ്യാലയം തുടങ്ങിയിരുന്നു. അതിൻ്റെ പേര് ആരാമം എന്നായിരുന്നു. വിദ്യാലയം സ്ഥിതി ചെയ്തിരുന്നത് ഒരു തോട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ പേര് നൽകിയത്. ഈ ആരാമത്തിൻ്റെ കവാടത്തിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നത്, യാത്രക്കാരാ, ഇവിടെ തങ്ങിയിട്ട് പോകുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഇവിടെ ഏറ്റവും വിലമതിക്കപ്പെടുന്നത് സന്തോഷമാണ് എന്നാണ് അദ്ദേഹം തൻ്റെ ആ വിദ്യാലയത്തിന് മുൻപിൽ എഴുതി വച്ചിരുന്നത്. മരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മരണം ഞങ്ങൾക്ക് ഒന്നുമല്ല എന്നാണ് എപ്പിക്കൂരിയൻസ് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തത്വജ്ഞാനവും തത്വസംഹിതകളും ആദർശങ്ങളും ആശയങ്ങളും പിൻപറ്റിയിരുന്ന ഒരു കൂട്ടം ആളുകൾ ഏതൻസിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരാണ് പൗലോസിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്നത്. ഇനി അടുത്തത് നാം ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഈ എപ്പിക്കൂരിയൻസിൻ്റെ കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടായത് ഈ സ്റ്റോയിക്കരാണല്ലോ. എപ്പിക്കൂരിയരും സ്റ്റോയിക്കരും അവനോട് വാദിച്ചു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഈ സ്റ്റോയിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്താണെന്ന് ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റോയിസിസം അഥവാ സ്റ്റോയിക്ക് തത്വചിന്ത, ഒരു ഗ്രീക്ക് തത്വചിന്താധാരയാണിത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ബി സി 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെനോ ഓഫ് സിറ്റിയം എന്ന ഗ്രീക്ക് തത്വചിന്തകനാണ്. മനുഷ്യനെ ശോകത്തിൽ ആഴ്ത്തുന്ന അസൂയ, വിദ്വേഷം, അത്യാഗ്രഹം എന്നീ വികാരങ്ങൾ തെറ്റായ ജീവിത വീക്ഷണത്തിൽ നിന്നുണ്ടാവുന്നതാണെന്നും ധാർമ്മികവും ദൈക്ഷണികവുമായ പരിശുദ്ധി നിലനിർത്തുന്ന ഒരു താത്വികൻ എപ്പോഴും ശോകവിമുക്തനായിരിക്കുമെന്ന് സ്റ്റോയിക്കുകൾ വിശ്വസിച്ചിരുന്നു. നിയതിവാദവും സ്വതന്ത്ര ഇച്ഛയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ബോധവാനായിരുന്നു സ്റ്റോയിക്കുകൾ. ജീവിതത്തിൽ സന്തുലിതമായ ഇച്ഛ നിലനിർത്തുന്നത് വഴി താത്വികന് തൻ്റെ ധാർമ്മികവും ദാർശനികവുമായ പരിശുദ്ധി നിലനിർത്തുവാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്നു. സ്റ്റോയിക്കുകളുടെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തിയുടെ മാന്യത വിലയിരുത്തേണ്ടത് അയാളുടെ വാക്കുകളിൽ നിന്നല്ല, അയാളുടെ പ്രവൃത്തികളിൽ നിന്നാകുന്നു. പ്രധാനമായും ശരിയായ പ്രവൃത്തി കൊണ്ടാണ് ഒരാൾക്ക് ശോക വിമുക്തനാകുവാൻ പറ്റുന്നത് എന്നാണ് സ്റ്റോയിക്ക് തത്വചിന്ത പഠിപ്പിച്ചിരുന്നത്. ആത്മസംയമനവും സദാചാര ശുദ്ധിയും സർവം സഹിഷ്ണുതയുമാണ് പരമനന്മയെന്ന് വിശ്വസിച്ച ഗ്രീക്ക് വേദാന്തിയായിരുന്നു സെനോ. BC 300 ഇദ്ദേഹം ഏതൻസിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. സ്റ്റോയിക്ക് തത്വചിന്ത 3 വിഭാവനം ചെയ്യപ്പെട്ടു. 1 ഭൗതിക ശാസ്ത്രം അഥവാ ഫ്യൂസിക്ക, 2 ലോജിക്ക് അഥവാ ലോകിക, 3 നൈതികത അഥവാ എത്തിക്സ്. സ്റ്റോയിക്ക് തത്വചിന്തയുടെ ഉദ്ദേശ്യം സദ്ഗുണമുള്ളവരാകുക, അതായത് ജ്ഞാനം നേടുകയും അതുവഴി നല്ല ജീവിതം നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. യുക്തിക്ക് അതിപ്രധാനമായ സ്ഥാനമായിരുന്നു ഈ സ്റ്റോയിക്ക് തത്വചിന്തയിൽ ഉണ്ടായിരുന്നത്. ആത്മാവ് ശരീരമാണ്, ഒരു പ്രത്യേക തരം ശരീരമാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ അത് ശരീരമാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശരീരം പ്രവർത്തിക്കുന്നത് ആത്മാവ് കൊണ്ടാണ്. ഒരു പ്രത്യേക തരം ശരീരത്തെയാണ് അദ്ദേഹം ആത്മാവ് എന്ന് വിവക്ഷിച്ചത്. ദൈവം ഒരു ശാരീരിക അസ്തിത്വമാണ്. ദൈവത്തെ ശാശ്വതമായ കാരണമായി അദ്ദേഹം കണ്ടിരുന്നു. ദൈവം ഈ പ്രപഞ്ചത്തിൽ ഉടനീളം അന്തർലീനമാണ്. ദൈവം ഈ പ്രപഞ്ചത്തോട് നിലകൊള്ളുന്നു.
ബഹിരാകാശത്തിനും പ്രപഞ്ചത്തിനും തുടക്കമോ ഒടുക്കമോ ഇല്ല, അവ ചാക്രികമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. കൂടാതെ അദ്ദേഹം ഒരു നല്ല ജീവിതം നയിക്കുവാൻ പ്രകൃതി നിയമത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. എല്ലാം പ്രകൃതിയിൽ വേരൂന്നിയാണ് നിലനിൽക്കുന്നത്. 3-ാം നൂറ്റാണ്ട് വരെ റോമൻ ഗ്രീക്ക് ലോകത്തിലുടനീളം സ്റ്റോയിസം തഴച്ചു വളർന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഒരു സ്റ്റോയിക്ക് തത്വശാസ്ത്രത്തിൻ്റെ അനുയായിയായിരുന്നു. വിനാശകരമായ വികാരങ്ങളെ മറികടക്കാനുള്ള ഒരു മാർഗമായി നിയന്ത്രണവും ധൈര്യവും വികസിപ്പിക്കാൻ സ്റ്റോയിസം പഠിപ്പിച്ചിരുന്നു. എല്ലാ ജീവികളും എല്ലാ വസ്തുക്കളും ഭൗതികമാണെന്ന് സ്റ്റോയിക്ക് വിശ്വസിച്ച് യുക്തിയുടെ ഉപയോഗത്തിലൂടെ അറിവ് നേടാമെന്ന് സ്റ്റോയിക്ക് വാദിച്ചു. പ്രപഞ്ചം ഒരു മെറ്റീരിയൽ യുക്തിസഹമാണ്. സജീവവും നിഷ്ക്രിയവുമായി കിടക്കുന്ന പദാർത്ഥ ദ്രവ്യമാണ്. ഏത് ഉപയോഗത്തിനും തയ്യാറായിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിന് 4 ഗുണങ്ങൾ വേണമെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. 1 വിവേകം, 2 ധൈര്യം, 3 സംയമനം, 4 നീതി. ഇതായിരുന്നു സ്റ്റോയിസം എന്ന അല്ലെങ്കിൽ സ്റ്റോയിക്ക് എന്ന വ്യക്തിയുടെ തത്വശാസ്ത്രം. അപ്പോൾ ഈ സ്റ്റോയിക്ക് തത്വചിന്ത എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചെറിയൊരു രത്നച്ചുരുക്കം ഞാൻ നൽകിയല്ലോ. അതുപോലെ തന്നെ എപ്പിക്കൂരിയരും ഈ സ്റ്റോയിക്കരെന്ന് പറഞ്ഞ ഈ തത്വജ്ഞാനികൾ അന്ന് ഗ്രീസിൽ ജീവിച്ചിരുന്നു. അവരുടെ വിദ്യാലയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കാലശേഷം അവരുടെ അനുയായികൾ ശിഷ്യന്മാരായിരുന്നു അപ്പോസ്തലനായ പൗലോസിനോട് തർക്കിക്കുവാനും വാദിക്കുവാനുമായിട്ട് വന്നത് എന്ന് ദൈവവചനത്തിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പിക്കൂരിയരും സ്റ്റോയിക്കരും എന്ന് പറഞ്ഞാൽ അത് പൗലോസിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികളല്ല എന്നും അവരുടെ അനുയായികളാണ്, ശിഷ്യന്മാരായിരുന്നു പൗലോസിനോട് തർക്കിക്കുവാനും വാദിക്കുവാനും വന്നതെന്ന് വളരെ വ്യക്തമായല്ലോ. ഇനി നാം ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത് അരയോപക കുന്നിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അരയോപക കുന്ന് എന്ന് പറഞ്ഞാൽ? അരയോപക കുന്ന് എന്ന് പറഞ്ഞാൽ അഥേനയിലുള്ള അക്രോപോലിസിൻ്റെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ പാറയെക്കുറിച്ചാണ് അരയോപക കുന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. അരിയോപഗാസ് എന്നാണ് അതിൻ്റെ ഗ്രീക്ക് പദം. പുരാതനമായിരിക്കുന്ന ഒരു പാറയായിരുന്നു, അല്ലെങ്കിൽ ഗ്രീസിലുണ്ടായിരുന്ന വളരെ പ്രാചീനമായിരിക്കുന്ന പരമ്പരാഗതമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ അരിയോപഗാസ് എന്ന് പറഞ്ഞ ആ കുന്ന്. ബോധപൂർവമായ നരഹത്യ, മുറിവേൽപ്പിക്കൽ, മതപരമായ കാര്യങ്ങൾ, ഒലിവുമരങ്ങൾ തീയിട്ട് നശിപ്പിക്കൽ എന്നിവയുടെ കേസുകൾ ഇവിടെ വെച്ചാണ് വിചാരണ ചെയ്തിരുന്നത്. അപ്പോൾ അരയോപക കുന്ന് പറഞ്ഞാൽ പുരാതന ഗ്രീസിൻ്റെ അഥവാ ഏതൻസിലെ ഒരു കോടതി, ഒരു അരയോപകൻ കോടതി ഇവിടെ കൂടി വന്നിരുന്നു. അപ്പോൾ അരയോപക കുന്ന് പറഞ്ഞാൽ അതൊരു പാറയാണ്, ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിൽ പുരാതന കോടതി, ഏതൻസിൻ്റെ അഥേനിയൻ കോടതി കൂടിയിരുന്നത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് അരയോപക കുന്നെന്ന് പറഞ്ഞാൽ അതൊരു പബ്ലിക്, ഒരു ഓഡിറ്റോറിയം പോലെയാണ്, അഥവാ അവിടെ ഒരു കോടതിയും നിലനിന്നിരുന്നു. അപ്പോൾ കോടതി കൂടുന്നതിനെയും അരയോപക കുന്ന് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെയാണ് പൗലോസിനെ കയറ്റി നിർത്തി പൗലോസ് പ്രസംഗം ആരംഭിച്ചത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പ്രസ്താവിച്ചത് അല്ലെങ്കിൽ പ്രസംഗിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുമാണ് പ്രസംഗിച്ചത്. അതിൽ അവർക്ക് മനസ്സിലാകാതെ പോയത് യേശു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലായി, പക്ഷേ പുനരുത്ഥാനം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ വിചാരിച്ചത് അതൊരു പുതിയ ദേവതയുടെ പേരാകാമെന്നാണ് അവർ കരുതിയിരുന്നത്. പൗലോസ് അവിടെ ഉപയോഗിച്ച പദം അനാസ്റ്റാസിസ് എന്ന വാക്കാണ്. പുനരുത്ഥാനം എന്നതിന് അനാസ്റ്റാസിസ് എന്ന പദമാണ് പൗലോസ് ഉപയോഗിച്ചത്. ഇതൊരു ദേവതയാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. എന്നാൽ പൗലോസിൻ്റെ പ്രസംഗത്തിലൂടെ പൗലോസ് ആ കാര്യങ്ങൾ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. പൗലോസിൻ്റെ പ്രഭാഷണങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഇവിടെ ഓരോന്നായിട്ട് വിവരിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പൗലോസ് പ്രസംഗിച്ചതായ തൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്.
അപ്പോൾ അരയോപക കുന്നിലുണ്ടായിരുന്ന ആളുകൾ ദൈവവിശ്വാസികളായിരുന്നു. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ പൗലോസ് പറഞ്ഞത്, ഞാൻ ചുറ്റി നടന്ന് ഇവിടെ നോക്കുമ്പോൾ, നിങ്ങളുടെ ക്ഷേത്രങ്ങളെ നോക്കുമ്പോൾ, ആരാധന സ്ഥലങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നു, അല്ലെങ്കിൽ അജ്ഞാത ദേവൻ എന്ന് എഴുതിയതായ ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു എന്ന് പൗലോസ് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഈ അജ്ഞാത ദേവനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നാണ് പൗലോസ് പ്രസ്താവിച്ചത്. അജ്ഞാത ദേവൻ, അഗ്നോസ്റ്റോസ് തിയോസ് എന്നാണ് അജ്ഞാത ദേവൻ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അറിയപ്പെടാത്ത ദൈവം എന്നാണ് അർത്ഥം. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ അവർക്ക് ജിജ്ഞാസയുണ്ടായി. ഞങ്ങൾക്കറിയാത്ത ഈ ദൈവത്തെക്കുറിച്ച് ഇവനറിയാമല്ലോ എന്ന ചിന്ത അവരിൽ ഉണ്ടാകുകയും ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ പൗലോസിന്റെ പ്രസംഗം അവർ കേൾക്കുകയുണ്ടായി. അപ്പോൾ പൗലോസ് പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ദേവൻ, നിങ്ങൾ അറിയാതെ പൂജിക്കുന്ന ദൈവം, ആ ദേവൻ കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് പൗലോസ് വ്യക്തമായി അവർക്ക് പ്രസംഗിച്ച് താൻ മനസ്സിലാക്കി കൊടുത്തു. രണ്ടാമത് പൗലോസ് പറഞ്ഞത്, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. കാരണം ഈ ലോകവും അതിലെല്ലാം ഉളവാക്കിയ സർവ്വതും സൃഷ്ടിച്ച ദൈവം മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് പൗലോസ് തീർത്തു പറഞ്ഞു. ഇത് പറയുമ്പോൾ അവിടെ അഥേന ദേവിയുടെ പുരാതനമായ പാർത്തനോൺ എന്ന ക്ഷേത്രം അവിടെയുണ്ട്. ആ ക്ഷേത്രത്തെ നോക്കിക്കൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞു. അപ്പം അങ്ങനെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ലെങ്കിൽ ദൈവം എവിടെ വാസം ചെയ്യുന്നു എന്നുള്ള സത്യം പൗലോസ് തുടർന്നുള്ള തൻ്റെ പ്രഭാഷണത്തിൽ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. 3, ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നു. മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്ന ആരാണ്? ദൈവമാണ്. ആ ദൈവം മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞു. 5, ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ദൈവം ഉളവാക്കി എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായത് എങ്ങനെയാണ്? അത് ഒരു വ്യക്തിയിൽ നിന്നാണ്. ആ ഒരു വ്യക്തി ആരാണ്? ആദമാണ്. ആദം എന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ലോകത്തിൽ എല്ലാ മനുഷ്യരും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതോസ് ഹൈമറ്റോസ് എന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ഒരു മനുഷ്യനിൽ നിന്ന് എന്നതിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു രക്തത്തിൽ നിന്നാണ്. ആൻഡ് ഹി ഹാസ് മെയ്ഡ് ഫ്രം വൺ ബ്ലഡ് എവറി നേഷൻ ഓഫ് മെൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു രക്തത്തിൽ നിന്ന്. അതിൻ്റെ മൂലപദമാണ് ഏതോസ് ഹൈമറ്റോസ്. ഒരു രക്തത്തിൽ നിന്ന് ദൈവം എല്ലാ മനുഷ്യനെയും ഉണ്ടാക്കി എന്ന് പൗലോസ് വളരെ വ്യക്തമായി അവിടെ പ്രസ്താവിക്കുകയാണ്. 6 പൗലോസ് പറഞ്ഞത്, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം മനുഷ്യനെ മുഴുവനും, മനുഷ്യജാതിയെ മുഴുവനും ഉളവാക്കിയിട്ട് അവരെവിടെ വസിക്കണം, എങ്ങനെ വസിക്കണമെന്ന് അവരുടെ നിവാസങ്ങൾ നിശ്ചയിച്ചത് ആരാണ്? ദൈവമാണ് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പ്രസ്താവിച്ചു. 7, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുവാൻ ശ്രമിച്ചു. അപ്പോൾ ദൈവത്തെ തപ്പി നോക്കുകയോ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയുകയില്ല. മാനുഷികമായ കരങ്ങൾ കൊണ്ട്, ശുശ്രൂഷകൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയുകയില്ല എന്ന് പൗലോസ് തീർത്തു പറഞ്ഞു. 8, ദൈവം നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നില്ല. എന്നാൽ ഈ ദൈവം നമ്മിൽ നിന്നും അകന്നു നിൽക്കുന്നില്ല. നാം ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നമ്മോട് അടുത്ത് വരുമെന്ന് പൗലോസ് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. 9, അവനിൽ ആണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് എന്ന് പൗലോസ് പറഞ്ഞു. അവനിലാണ് നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നാം ജീവിക്കുന്നതും നാം ഇരിക്കുന്നതും ജീവിക്കുന്നതും ചരിക്കുന്നതും എല്ലാം ഈ ദൈവത്തോടു കൂടെയാണ് എന്ന വസ്തുത സത്യം പൗലോസ് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. 10, അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. അപ്പം നിങ്ങളുടെ കവിവരന്മാരിൽ, അതായത് ഗ്രീക്കുകാരുടെ ചില കവികളുണ്ട്. ആ കവികൾ അവർക്കറിയാം.
ആ കവികൾ പറഞ്ഞിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ സന്തതികളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൗലോസ് അവരുടെ തത്വചിന്തയിൽ നിന്നും അവരുടെ കവിവരന്മാരിൽ ചിലരുടെ കവിശകലം എടുത്തുദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ കവിവരന്മാരിൽ ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ കവിവരന്മാർ? ഈ കവികൾ ആരാണ്? ഈ കവികൾ രണ്ട് വ്യക്തികളാണ്. അവരുടെ പേരിലൂടെ പ്രസ്താവിക്കാം. ഒന്ന് എപ്പിമെനിദസ് എന്ന് പറഞ്ഞ ഒരു കവിയാണ്. രണ്ട് അരത്തസ് എന്ന് പറഞ്ഞ ഒരു കവിയാണ്. അരത്തസ് എന്ന കവിയും എപ്പിമെനിദസ് എന്ന് പറഞ്ഞ രണ്ട് കവികളെയാണ് പൗലോസ് എടുത്ത് ഉദ്ധരിച്ചത്. ഈ കവികളെക്കുറിച്ച് പൗലോസിന് എങ്ങനെയാണ് അറിവ് കിട്ടിയത് എന്ന കാര്യത്തിൽ നമുക്ക് അറിവില്ല. ഒരു പക്ഷേ പൗലോസ് ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്നു. അപ്പോൾ പുസ്തകങ്ങൾ വായിച്ചിരുന്നതിൽ നിന്നാകാം പൗലോസിന് ഈ കവികളെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചത്. അല്ലെങ്കിൽ പൗലോസിൻ്റെ കാലത്ത് തന്നെ ഈ കവികൾ ജീവിച്ചിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഈ കവികളെക്കുറിച്ചുള്ള അറിവ് ചരിത്രപരമായിട്ട് പൗലോസ് സ്വയത്തമാക്കിയതാകാം. അങ്ങനെ ആ കവികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കവികൾ ആരാണെന്ന് അഥേനയിലുള്ളവർക്കറിയാം. അവർക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാകുവാൻ ഈ കവികളുടെ ആ ഉദ്ധരണികൾ പൗലോസ് എടുത്തപ്പോൾ അവർക്ക് അത് കൂടുതൽ വിശ്വാസമായി തീരുവാൻ അത് കാരണമായി തീർന്നു. 11-ാമതായിട്ട് പൗലോസ് പറഞ്ഞത്, നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശമെന്ന് നിരൂപിക്കേണ്ടതല്ല. അതായത് നാം ദൈവത്തിന് സന്താനമാകുന്നുവെങ്കിൽ മനുഷ്യൻ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും പൊന്നുകൊണ്ടും കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല എന്ന് പൗലോസ്, അല്ലെങ്കിൽ അവയെ ദൈവമായിട്ട് സങ്കല്പിക്കുവാനോ ദൈവത്തോട് സാദൃശ്യപ്പെടുത്തുവാനോ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ യാതൊരു സാദൃശ്യമോ ചൈതന്യമോ അതിലില്ല എന്ന് പൗലോസ് വെട്ടിത്തുറന്ന് പറയുകയാണ് ഉണ്ടായത്. 12 എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളിത് അറിയാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, പക്ഷെ ദൈവം അത് ക്ഷമിക്കുന്നു, ദൈവം അത് കണക്കിടുന്നില്ല. ആകയാൽ ഈ വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടു തിരിയണമെന്നാണ് പൗലോസ് അവരോട് പ്രസ്താവിച്ചത്. അപ്പോൾ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന ബോധ്യം പൗലോസ് അവർക്ക് നൽകി. 13 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിലൂടെ എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിനൊരു ന്യായവിധിയുണ്ട് എന്ന് പൗലോസ് പറയുകയാണ്. ആ ന്യായവിധി എന്നുള്ളത് തോന്നിയ പ്രകാരമല്ല, നീതിയിൽ ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കും. എന്തുകൊണ്ട് ദൈവം ന്യായം വിധിക്കുന്നു? കർത്താവായ യേശുക്രിസ്തു പാപമോചകനായി പാപരക്ഷകനായി ഈ ലോകത്തിൽ വന്നു. മനുഷ്യന് പാപമോചനം ഒരുക്കിയിരിക്കെ ആ പാപമോചനം സ്വീകരിക്കാതെ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ സുവിശേഷം നിഷേധിക്കുന്നവർക്ക് ദൈവം ന്യായത്തോടെ നീതിയോടെ ഒരു ന്യായവിധി നടത്തും. ആ ന്യായവിധി നടത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് പൗലോസ് വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. 14 വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ അരയോപകസ്ഥാനിയായ ദിയോനോദിയോസും ഉണ്ടായിരുന്നു, വേറെയും ചിലരുണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൗലോസിൻ്റെ ഈ പ്രസംഗം കേട്ടപ്പോൾ അവിടെ 3 പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ആ 3 പ്രതികരണങ്ങൾ എന്തായിരുന്നു? ഒരു കൂട്ടം ആളുകൾ പൗലോസിന്റെ പ്രസംഗത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞ്, മറ്റൊരു കൂട്ടം ആളുകൾ നിന്റെ പ്രസംഗം ഞങ്ങൾ ഇനിയും കേൾക്കാമെന്ന് പറഞ്ഞ് അർത്ഥമനസ്സോടെ പോയി. മൂന്നാമതൊരു കൂട്ടർ പൂർണ്ണമായി വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ പൗലോസിനോട് ചേർന്ന് അവർ ദൈവസഭയുടെ ഭാഗമായി രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ചു എന്നാണ് ഈ അരയോപക കുന്നിലെ പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വിശ്വസിച്ച് വന്നവരുടെ കൂട്ടത്തിൽ അരയോപകസ്ഥാനിയായ ദിയോനുസ്യോസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ ദിയോനുസ്യോസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം അവിടുത്തെ ഈ അഥേനിയൻ കോടതിയിലെ ഒരു കൗൺസിലായിരുന്നു, ഒരു ജുഡീഷ്യൽ കൗൺസിലറായിരുന്നു ഈ ദിയോനുസ്യോസ് എന്ന് പറഞ്ഞ വ്യക്തി. ഇദ്ദേഹം ഒരു ജഡ്ജിയുമായിരുന്നു. അപ്പോൾ ഈ നീതിയിൽ ന്യായം വിധിക്കുമെന്ന പൗലോസിൻ്റെ ഈ പ്രസ്താവന ഈ ജഡ്ജിയായിരിക്കുന്ന ഇദ്ദേഹത്തെ കൂടുതൽ സ്വാധീനിച്ചു. കാരണം
ഇദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നല്ലോ. നീതി എന്താണ്, സത്യം എന്താണ്, ന്യായം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ ഉണ്ട് എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ തനിക്ക് മുകളിൽ ഒരു ന്യായാധിപനുണ്ട്. ആ ന്യായാധിപൻ കർത്താവായ യേശു ക്രിസ്തുവാണെന്നുള്ള വിശ്വാസം ഈ ന്യായാധിപൻ ഉണ്ടാവുകയും അങ്ങനെ ഈ ജഡ്ജി വിശ്വാസത്തിൽ വരികയും ചെയ്തു. പിന്നീട് ചരിത്രത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഈ അഥേനയിൽ ദൈവത്തിൻ്റെ സഭ ഉണ്ടാവുകയും ആ സഭയുടെ ബിഷപ്പായിട്ട് ഈ ജഡ്ജി മാറി എന്നാണ് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഒരു സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു ജഡ്ജിയും ഈ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു ജഡ്ജി സഭയുടെ ശുശ്രൂഷകനായി തീരുകയും അദ്ദേഹം സഭയുടെ ബിഷപ്പായി മാറുകയും അഥേന സഭയുടെ ഒരു ശുശ്രൂഷകനായി അദ്ദേഹം തീർന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാം ഈ ഫിലോസഫി അഥവാ തിയോളജിയും ഫിലോസഫിയും എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എന്ന വിഷയത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ പറഞ്ഞിരിക്കുന്ന, ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന ആ തത്വജ്ഞാനികളെ കുറിച്ചാണ് നാം ഇതുവരെയും ചിന്തിച്ചത്. ഇനി നാം അടുത്തതായിട്ട് ചിന്തിക്കുന്നത്, രണ്ടാമതായിട്ട് ഈ ഫിലോസഫി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എവിടെയാണ്, അത് ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടാണ് എന്നതിനെ കുറിച്ചാണ്. അത് കൊലോസ്യ ലേഖനത്തിലാണ് രണ്ടാമതായിട്ട് ഫിലോസഫി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ തത്വജ്ഞാനികൾ, ഫിലോസഫേഴ്സ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ ഫിലോസഫി എന്ന വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾക്ക് ശേഷം കൊലോസ്യ ലേഖനത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-8 വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. ഇതാണ് ആ വാക്യം. കൊലോസ്യ ലേഖനം 2-8 വാക്യം. അപ്പോൾ തത്വശാസ്ത്രം, തത്വജ്ഞാനം, ഫിലോസഫി എന്ന പദം വളരെ വ്യക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ബൈബിളിലെ ഏക വാക്യവും ഇത് തന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈ കൊലോസ്യ ലേഖനത്തിൽ, അല്ലെങ്കിൽ കൊലോസ്യ സഭയോട് ബന്ധപ്പെട്ട് പൗലോസ് പറഞ്ഞിരിക്കുന്ന ആ തത്വശാസ്ത്രം, ഫിലോസഫി എന്താണ് എന്ന് ഇവിടെ വിവരിക്കുന്നു. ഫ്രിഗ്യയിലുള്ള ഒരു ചെറിയ പട്ടണമായിരുന്നു കൊലോസ്യ. അതിന് സമീപമുള്ള ലവുദുക്കിയ, ഹിരപ്പൊയിലി എന്നീ പട്ടണങ്ങളെ അപേക്ഷിച്ച് കൊലോസ്യ പ്രാധാന്യം കുറഞ്ഞതായിരുന്നു. ഈ 3 പട്ടണങ്ങളിലുമുള്ള സഭകൾ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടായിരുന്നു. പൗലോസ് കൊലോസ്യ സഭ സ്ഥാപിക്കുകയോ ഈ ലേഖനം എഴുതുന്ന സമയം വരെയും ഈ സഭ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, 6-ാം വാക്യം, 2-ാം അധ്യായം 1-ാം വാക്യം. കൊലോസ്യക്കാരനായ എപ്പഫ്രാസ് ആണ് ഈ സഭ സ്ഥാപിച്ചത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം, 4-ാം അധ്യായം 12-ാം വാക്യം പരിശോധിച്ചാൽ അതിൻ്റെ സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊലോസ്യയിലെ ദുരുപദേശം പല സ്വഭാവത്തോടു കൂടിയതായിരുന്നു. ജ്ഞാനവാദത്തിൻ്റെ സ്വാധീനം സഭയിൽ കടന്നുകൂടിയിരുന്നു. ജ്ഞാനവാദ സിദ്ധാന്തത്തിന് അടിസ്ഥാനപരമായി 2 പ്രമാണങ്ങളാണുള്ളത്. ഒന്ന്, വസ്തു മുഖ്യമായും തിന്മയാണ്, ആത്മാവ് മാത്രമാണ് നല്ലത്. 2, വസ്തു ശാശ്വതമായുള്ളതാണ്, പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. പിന്നെയോ തിന്മയായ വസ്തു ഉപയോഗിച്ചാണ്. ഈ 2 അടിസ്ഥാന പ്രമാണങ്ങളുടെയും പരിണിത ഫലങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തെ സാരമായി ബാധിച്ചു. അപ്പോൾ കൊലോസിയ സഭയെ സ്വാധീനിച്ചിരുന്ന, ഗ്രസിച്ചിരുന്ന ആ തത്വജ്ഞാനം, ഫിലോസഫി എന്തായിരുന്നു? വസ്തു മുഖ്യമായും തിന്മയാണ്, ആത്മാവ് മാത്രമാണ് നല്ലത്. പിന്നെ വസ്തു ശാശ്വതമായുള്ളതാണ്, പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും തിന്മ നിറഞ്ഞതാണ് എന്നുകൂടി ഉള്ള തത്വജ്ഞാനമായിരുന്നു കൊലോസ്യ സഭയിലെ ചില ആളുകളെ സ്വാധീനിച്ചിരുന്നത്. അതിൻ്റെ ചില വിശദീകരണങ്ങൾ ഓരോന്നായിട്ട് ഇവിടെ പറയുകയാണ്. ഒന്ന്, ദൈവം ആത്മാവാണ്, അതിനാൽ സമ്പൂർണമായി നന്മയാണ്. ദൈവത്തിന് തിന്മ നിറഞ്ഞ വസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. അങ്ങനെ സൃഷ്ടിപ്പിൽ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ ഈ പ്രപഞ്ചം, ദൈവമെന്ന് പറഞ്ഞാൽ അത് നന്മ നിറഞ്ഞതാണ്. നന്മ നിറഞ്ഞ ദൈവം തിന്മ നിറഞ്ഞ മനുഷ്യനിൽ വാസം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. യേശുക്രിസ്തു
മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിച്ചു എന്ന യാഥാർത്ഥ്യം കൊലോസ്യയിലെ ചില ആളുകൾക്ക് വിശ്വാസമായിരുന്നില്ല. കാരണം ദൈവം മനുഷ്യനിൽ വാസം ചെയ്യുവാൻ കഴിയുകയില്ല, മനുഷ്യൻ തിന്മ നിറഞ്ഞതാണ് എന്നായിരുന്നു അവരുടെ തത്വചിന്ത. ഈ രണ്ട്, ദൈവപുത്രനായ യേശു ആത്മാവായതിനാൽ അവന് മാംസമോ രക്തമോ ഇല്ല, യേശു ഒരു ആത്മീക ഭൂതരൂപത്തിലുള്ളവനായിരുന്നു എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. മൂന്ന്, വസ്തു തിന്മയായതിനാൽ മനുഷ്യ ശരീരങ്ങൾ തിന്മയാണ്. മാത്രമല്ല ശരീരം കൊണ്ട് എന്ത് ചെയ്താലും അത് കാര്യമാക്കേണ്ടതില്ല, അത് ആത്മാവിനെ ഒട്ടും ബാധിക്കുകയുമില്ല. ഈ തത്വചിന്തയ്ക്കെതിരെയുള്ള പൗലോസിന്റെ വിമർശനം 1 കൊരിന്ത്യർ 3:16 6:19 പ്രസ്താവിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും 1 കൊരിന്ത്യർ 3:16. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ എന്ന് പൗലോസ് അവരോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:19. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിലൂടെ പൗലോസ് ഈ തത്വചിന്തയ്ക്ക് എതിരായിരിക്കുന്ന ആ വിമർശനങ്ങളെ അവർക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിന്മ നിറഞ്ഞ പദാർത്ഥത്തിൽ ദൈവത്തിന് വാസം ചെയ്യുവാൻ കഴിയുകയില്ല എന്നായിരുന്നു അവരുടെ ചിന്തയും പഠിപ്പിക്കലും. ഈ തത്വജ്ഞാനം കൊലോസ്യ സഭയെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. 4, പെരുന്നാൾ, വാവു, ശബത്ത് എന്നിവയുടെ ആചരണം കൊലോസ്യയിലെ ദുരുപദേശകർ ആവശ്യമാണെന്ന് ചിന്തിച്ചിരുന്നു. 2:16. 5, ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേക നിയമം പാലിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. 2:16-21. 6, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നത് ആവശ്യമായി അവർ കരുതിയിരുന്നു. 2:23. 7, ദൂതന്മാരെ ആരാധിച്ചിരുന്നതായി നമുക്ക് കരുതാം. 2:16. 8, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കൊലോസ്യ സഭയിൽ ചിലർ നിഷേധിച്ചിരുന്നു. 9, ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾ. 2:20. ഈ വാക്യത്തിൻ്റെ മൂലാർത്ഥത്തിൽ വിശകലനം ചെയ്യുമ്പോൾ 2 അർത്ഥങ്ങളുണ്ട്. 1, പഞ്ചഭൂതാത്മാക്കളെ ആരാധിക്കുക എന്നും 2, നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും ആത്മാക്കൾ ഉണ്ട് എന്നുമാണ് ഈ വാക്കിനർത്ഥം. കൊലോസ്യയിലുള്ളവർ പഞ്ചഭൂതങ്ങളെ ആരാധിച്ചിരുന്നവരും ഗ്രഹനില നോക്കിയിരുന്നവരും ആയിരുന്നു. ഈ അവസ്ഥയിൽ നിന്നാണ് അവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയുടെ ഭാഗമായി തീർന്നത്. എന്നാൽ പിൽക്കാലത്ത് അവരിൽ ചിലർ ആദ്യ പാഠങ്ങളിലേക്ക് പിന്തിരിഞ്ഞുപോയി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആദ്യ പാഠങ്ങളിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നത് എന്ത് എന്ന് ചോദിച്ചിരിക്കുന്നത്. 10, ഈ വായുമണ്ഡലം മുഴുവനും ഭൂത പ്രേതാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ജ്ഞാനവാദ സിദ്ധാന്തം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഖണ്ഡിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. കൊലോസ്യർ 2:3-4 വാക്യങ്ങൾ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. 2:9 വാക്യം. യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയും സമ്പൂർണതയും ദൈവത്വവും ആളത്വവും അപ്പോസ്തലൻ ഇവിടെ തർപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. 2:9 വാക്യം. അപ്പോൾ കൊലോസിയ സഭയെ പിടിച്ച് ഉലച്ചതായ ജ്ഞാനവാദമെന്ന ആ തത്വശാസ്ത്രത്തെ പൗലോസ് ഇവിടെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയും അതിന് വ്യക്തമായിരിക്കുന്ന ഖണ്ഡനം മറുപടി നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ്, യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് നന്മയായതിന് വസിക്കാൻ കഴിയുകയില്ല എന്ന കൊലോസ്യയിലെ ജ്ഞാനവാദത്തെ പൗലോസ് തകർത്തെറിയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും അവൻ്റെ മനുഷ്യത്വത്തെയും അവൻ്റെ മനുഷ്യാവതാരത്തെയും പൗലോസ് ഊന്നി പറയുന്നു. ദൈവത്തിനത് സാധിക്കും. ദൈവം പരിശുദ്ധനാണ്, ദൈവം പാപമില്ലാത്തവനാണ്. യേശുക്രിസ്തുവിൽ പാപമില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവനിൽ യാതൊരു തിന്മയുമില്ല എന്ന് പൗലോസ് വ്യക്തമായി അവരെ പഠിപ്പിച്ചു. അങ്ങനെ ആ കൊലോസ്യ സഭയെ പിടിച്ചുലച്ചതായ ഫിലോസഫിയെ, ആ ജ്ഞാനവാദത്തെ പൗലോസ് തകർത്തെറിഞ്ഞതായിട്ട് നാം കാണുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളെല്ലാം ഗുപ്തമായിട്ടിരിക്കുകയാണ്. കർത്താവ് തന്നെയാണ് ജ്ഞാനം.
ഒരുവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ യഥാർത്ഥമായ ദൈവികമായ ജ്ഞാനം അവനിലേക്ക് കടന്നു വരുന്നു എന്ന് പൗലോസ് ഓർപ്പിച്ചു. അപ്പോൾ ക്രിസ്തുവിൽ എല്ലാറ്റിൻ്റെയും സമ്പൂർണത യേശു ക്രിസ്തുവിലാണ് എന്ന് പൗലോസ് അവരെ ഓർപ്പിച്ച് ഉണർത്തി അവരെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവരെ ഉറപ്പിച്ചതായിട്ടാണ് നാം ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നാം ഈ സമയം വരെയും നാം ചിന്തിച്ചത് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും തിയോളജിയും ഫിലോസഫിയും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു. അതിൽ തത്വജ്ഞാനം എന്താണ്, ദൈവശാസ്ത്രം എന്താണ്, ദൈവശാസ്ത്രത്തിൽ അഥവാ ബൈബിളിൽ ഫിലോസഫിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആ ചിന്തകളായിരുന്നു നാം ഇതുവരെയും ചിന്തിച്ചത്. ആയതിനാൽ ഈ പ്രഭാഷണം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾക്ക് നന്ദി.